എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ട്രാവൽ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്നൂര് എന്നുള്ള ഹെറിറ്റേജ് ട്രൈബൽ വില്ലേജിലേക്കാണ്. കേരള ഗവൺമെൻറ്റാണ് ഈ ഒരു പൈതൃക ഗ്രാമം നമുക്കായി നിർമ്മിച്ചിട്ടുള്ളത്. പഴമയുടെ ആ ഒരു എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അത് നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2000 പേർക്കാണ് ഒരു ദിവസം പ്രവേശനം ഉള്ളത് കേട്ടോ. നമുക്ക് 50 രൂപ എൻട്രി ഫീസും 30 രൂപ ജീപ്പിനും അങ്ങോട്ട് പോകാനുള്ള ചാർജസ് വരുന്നതാണ്. കുത്തനുള്ളൊരു കയറ്റത്തിൻ്റെ മേലെയാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ജീപ്പിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. നല്ല അത്യാവശ്യം കയറ്റമുണ്ട്. ഏകദേശം ഓഫ് റോഡ് പോലെയുള്ള ഏരിയയാണ്. ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ചെയ്തതായി കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. മേലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എൻട്രി നമുക്ക് കാണാം. ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുക. താഴെ ആ ബിൽഡിങ്ങൊക്കെ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഏകദേശം 2-2.5 കിലോമീറ്ററോളം കുത്തനുള്ള കയറ്റങ്ങളൊക്കെ കയറി നല്ലൊരു മലയുടെ മുകളിലാണിത്. ഇനി നമുക്ക് നേരെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അകത്തേക്ക് പോയി ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പഴമയുടെ അതേപോലെയൊന്നും ഇല്ലെങ്കിലും പുതിയൊരു മോഡലിലാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്നാലും നമുക്കൊന്ന് പോയി ഇവിടുത്തെ ആ ഒരു അനുഭവം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അകത്ത് ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ ഇവിടെ ഇരുന്ന് എടുക്കാം കേട്ടോ. താഴെ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ പൂക്കോട് ഭാഗത്തുള്ളത് തന്നെയാണ്. പിന്നെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ബസ്സൊക്കെ പോകുന്നത്. എനിക്ക് ചെറുതായിട്ട് കാണാനുണ്ട്. എന്തായാലും കൊള്ളാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കോട ഇറങ്ങും, പിന്നെ അതുപോലെ തന്നെ മഴയും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചൂടൊക്കെ കുറവാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ആ സൈഡിൽ മലമുകളിലൊക്കെ നല്ല കോട കാണാനുണ്ട്. നല്ലൊരു വ്യൂ ആണ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇനി വീണ്ടും മുന്നോട്ട് നടക്കാം. ഈ വ്യൂ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. കാരണം ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഈ ഒരു കാഴ്ചകൾ ഇനി നേരിട്ട് കാണാനുള്ള അനുഭവം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. നല്ല നല്ല പെയിൻറ്റിങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് വിൽക്കാനും അതുപോലെ ഇവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പെയിൻറ്റുകൾ, ആർട്ട് വർക്കുകളൊക്കെ. ഈ കാണുന്ന ഒരു സ്റ്റാച്യു കണ്ടോ, നേച്ചറിനോട് ചേർന്നിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഉള്ള ഓരോ പോയിൻറ്റുകളാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് നോക്കി ഡയറക്ഷൻസൊക്കെ അവർ നല്ലപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പോയിൻ്റ് എന്ന് പറയാൻ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇവിടുത്തെ ട്രൈബൽ കഫറ്റീരിയാണ്. ട്രൈബൽ ഫുഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില ദിവസം സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാവും എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാം. ഈ കാണുന്ന പെയിൻറ്റിങ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? പണ്ടുള്ള നമ്മുടെ വീട്ടുകളിലൊക്കെ ചെയ്തിരുന്ന മണ്ണിൻ്റെ തിട്ട, അതുപോലെ തന്നെ തുളസിത്തറ, ചാണകം മെഴുകിയ തുളസിത്തറ, ഇതൊന്നും ഇപ്പോൾ നാട്ടിലൊന്നും എവിടെയും കാണാനില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒരു നോസ്റ്റാൾജിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയൊക്കെ ചാണകം മെഴുകിയ തുളസിത്തറയും മറ്റേ അതുപോലെയുള്ള തിട്ടുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തന്നെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ട്രൈബൽ മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വിൽക്കാനുണ്ട്. പിന്നെ ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ കുറച്ച് ഐറ്റംസ് നിർമ്മിച്ചിട്ടുള്ളത്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ തേയില, അങ്ങനെയുള്ള സ്പൈസസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയനാട് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കാം. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നിർമ്മിച്ച് ഇത് വരുമ്പോൾ വിദേശികളും അതുപോലെ സഞ്ചാരികളൊക്കെ വരുമ്പോൾ കണ്ടുപോകുന്നത് മാത്രമല്ലാതെ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അവരുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും എല്ലാം ഗവൺമെൻറ് മുൻകൈ എടുത്ത് എന്ന് നടത്തി കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്ക് ഈ വീഡിയോ ഇവിടെ എത്തിയപ്പോൾ പറയണമെന്ന് തോന്നി. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഫെയിലാവാതെ സക്സസ്സായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഒരുപാട് ആശയങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ച് ഇതിനെ നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും. ഈ ഒരു പ്രൊജക്റ്റ് എന്നും നല്ലപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് കയറി അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം.
പഴയ കാലത്തുള്ള ചുമരുകളൊക്കെ മൺചുമരായിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിമൻറ്റ് കൊണ്ടാണ്. ഓല കൊണ്ട് മേഞ്ഞ് പിന്നെ അതിന് മേലെ പട്ട കൊണ്ടുള്ള ആ ഒരു നെയ്ത് അങ്ങനെ ഇടുന്ന പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. വാതിലൊക്കെ മുള കൊണ്ടുള്ള വാതിലുകളാണ്, മരത്തിൻ്റെയാണ് ജനലുകളൊക്കെ. എന്തായാലും ഉള്ളിലെത്തുമ്പോൾ പ്രത്യേക ഒരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഇതൊരു കൗതുകം ഉളവാക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാത്ത ഒരുപാട് പേരുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ നല്ല ക്യൂട്ടായൊരു പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ടോ, അടിപൊളിയായിട്ടുണ്ട് അത്. എന്തായാലും വീണ്ടും മുന്നോട്ട് നടക്കാം. നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയ കാറ്റുമുണ്ട്. ആ ഒരു ഫീലിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകണം എന്നുള്ള ഫീല് വളരെ കുറവാണ്. മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു ദിവസം താമസിച്ചൊക്കെ പോകാം എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ പറഞ്ഞ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യമായി ഇങ്ങനത്തെ വീടൊക്കെ കണ്ടപ്പോൾ വണ്ടടിച്ച് നിൽക്കുകയാണ്. വൈഫാണ്. അപ്പോൾ ആൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമായി ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇനിയും ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഇവിടെ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് നടക്കട്ടെ. അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഒരു വീട് പോലും മിസ്സാക്കാതെ എല്ലാ വീടും കയറി ഞാൻ കാണുന്നുണ്ട്. കാരണം ഓരോ വീട് ഓരോ മാതൃകയിലാണ് കേട്ടോ. ചിലത് ഒരു റൂമാണുള്ളത്, ചിലത് 2 റൂം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് അവസാനമായിട്ട് ഇപ്പോൾ കയറാൻ പോകുന്നൊരു വീടാണ്. ഈ മതിലുകളൊക്കെ പണ്ട് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇവർ ഏകദേശം ആ മാതൃക എടുത്ത് സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തിണ്ണകളൊക്കെ ഒന്നും ഇപ്പോൾ ഒരു വീടിനും കാണാറില്ല. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ്. ഇത് ഒരു മുറിയുള്ളൊരു റൂമാണ് കേട്ടോ. കണ്ടോ, ഒരു മുറി മാത്രമേ ഉള്ളൂ. എന്തായാലും നന്നായിട്ടുണ്ട്. ചെറിയ ജനലുകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നൂരിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും പൂക്കോട് എത്തുമ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യേണ്ട കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. വീഡിയോസൊക്കെ ഇഷ്ടമായി. വയനാട് വരുന്ന ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ സജഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളായി. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാനിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇനി ജീപ്പിന് തന്നെ നമുക്ക് തിരിച്ച് താഴെ എത്തി നമ്മൾ വീട്ടിലേക്ക് പോകും. വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.